വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ തന്നെയാണ്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ. അപ്പോൾ ഇത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനെ കുറിച്ചാണ്. നമുക്കറിയാം ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പം കൊളാപ്സും ഉണ്ട്, സർവീസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കണം എന്നില്ല. IS 456 പേജ് നമ്പർ 67 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് പേജ് നമ്പർ 67. ഇതിൽ ഫുള്ള് പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് വെച്ചിരുന്നാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി, കൊളാപ്സ്, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ 3 values ഓഫ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ഫോർ വേരിയസ് എൻഡ് കണ്ടീഷൻസ് ഇൻ ടേംസ് ഓഫ് അൺസപ്പോർട്ടഡ് ലെങ്ത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേരിയസ് കണ്ടീഷൻസ് എന്ന് പറയുമ്പം ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ഉണ്ട്, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ്, വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഫക്റ്റീവ് ലെങ്തിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതിയാവും. നമ്മുടെ പേജ് IS 800 പേജ് നമ്പർ 45 നോക്കുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയാലും മതി. രണ്ട് എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ്, ഹിഞ്ച്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു കണ്ടീഷനാണ് ഈ എഴുതിയേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് എടുത്ത് എഴുതിയേക്കുന്നത് പറയുന്നതാണ്. ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണെങ്കിൽ 0.65 L ആണ് വരുന്നത്. അതുപോലെ തന്നെ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണ് എങ്കിൽ 1.0 L ആണ്. വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഹിഞ്ച്ഡ് ആണെങ്കിൽ 0.8 L. വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ 2 L. റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ അറ്റ് വൺ എൻഡ് ആൻഡ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ആൻഡ് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് ട്രാൻസ്ലേഷൻ അറ്റ് ദി അതർ എൻഡ്. അങ്ങനെയാണെങ്കിൽ അത് 1.L ആണ് വരുന്നത്. ഇത് ഒന്ന് നോക്കി വെച്ചേക്കുക. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കോഡ് ബുക്കിലുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ലോങ് കോളം ആൻഡ് ഷോർട്ട് കോളം. ലോങ് കോളവും ഷോർട്ട് കോളവും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഷോർട്ട് കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോളം ഈസ് കൺസിഡേർഡ് ആസ് എ ഷോർട്ട് വെൻ ദ സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ദ കോളം, ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് ടു ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.2. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ, കോളത്തിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് കോളം ലോങ് കോളം എന്ന് പറയുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോ എന്തെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എഫക്റ്റീവ് ലെങ്തിൻ്റെയും ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. അതൊന്നേ ഈക്വൽ അല്ലെങ്കിൽ ലെസ് ദാൻ ആണ് എങ്കിൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 112, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ് എങ്കിൽ, എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ് എങ്കിൽ ആ കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് കോളം എന്ന് പറഞ്ഞാൽ. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. 1 മാർക്കിന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഷോർട്ട് കോളത്തിന് എന്ത് ഫെയിലുവർ ആണ് ഉണ്ടാകുന്നത്? ക്രഷിംഗ് ആണ്. ഇനി ലോങ് കോളം നോക്കിക്കുക. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 12 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 12, അതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ എഴുതിയത്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ അത് ലോങ് കോളവും, സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 12 ആണെങ്കിൽ അത് ഷോർട്ട് കോളം ആയിരിക്കും. ലോങ് കോളം ആണെങ്കിൽ അവിടെ വരുന്നത് ബക്ലിംഗ് ആണ്. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 12 ആണെങ്കിൽ ഷോർട്ടും, ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ അതെന്തുമാണ് വരുന്നത്? ലോങ് കോളം ആണ് വരുന്നത്. അതുപോലെ ഇതിനുണ്ടാകുന്ന ഫെയിലുവർ എന്താണെന്ന് ചോദിച്ചാൽ ബക്ലിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോഡൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ സ്പേസിംഗ് ഓഫ് ടൈസ് പ്രൊവൈഡഡ് ഇൻ കോളംസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ IS 456 2000 എടുക്കുക. അതിൽ തന്നെ 49 പേജ് നമ്പർ 49 പിച്ച് ആൻഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ടൈസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് ഇത്രയും എഴുതിയാൽ മതിയാവും, നിങ്ങൾക്ക് ആൻഡ് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 9th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോഡ് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കത് കിട്ടും. കോഡിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ കോഡ് നോക്കിയാൽ മാത്രമേ അതിലെവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് കോഡിലൊന്നുമില്ല, നമ്മൾ തന്നെ പഠിക്കണം. ലിസ്റ്റ് ചെയ്യുന്ന 3 types ഓഫ് ഫൂട്ടിംഗ്. ഏതെങ്കിലും 3 ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഏതെങ്കിലും 3 ടൈപ്പ് മതിയാവും. മെയിനായിട്ട് നമ്മുടെ ഫൗണ്ടേഷന് ഓക്കെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഷാലോ ഫൗണ്ടേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനും ഉണ്ട്. ഓക്കെ, ഷാലോ ഫൗണ്ടേഷനും ഉണ്ട്, ഡീപ്പ് ഫൗണ്ടേഷനും ഉണ്ട്. അതിൽ ഷാലോ ഫൗണ്ടേഷൻ തന്നെ അഗൈൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടും അഗൈൻ ക്ലാസിഫൈഡ് ആണ് എങ്കിലും ഷാലോ ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, സ്പ്രെഡ് ഫൂട്ടിംഗ്. ഇത് നിങ്ങളുടെ എക്സാമിൻ്റെ ആ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സാണ് ഈ പറയുന്നത്. wall or strip footing, combined footing,
combined footing, cantilever or strap footing. Fifth one, mat or raft footing. അതല്ലാതെ തന്നെ ഗ്രില്ലേജ് ഫൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇനിയും ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം ഏതെങ്കിലും 3 മതി. ഇനി അടുത്ത് ഡീപ്പിൻ്റെ ഒരു 3 കൂടെ പറയാം. ഡീപ്പ് ഫൗണ്ടേഷൻ, കാരണം ഇനി 1 മാർക്കിനൊക്കെ വേറെ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് അല്ലാതെ തന്നെ ചോദിക്കാം. ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഇനി ചോദിക്കാൻ പോകുന്നത്, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷനോടെ നമുക്ക് നോക്കി വെക്കാം. ഫസ്റ്റ് വൺ പൈൽ ഫൗണ്ടേഷൻ, സെക്കൻഡ് വൺ വെൽ ഫൗണ്ടേഷൻ, തേർഡ് വൺ പിയർ ഫൗണ്ടേഷൻ. ഓക്കെ, ഇതാണ് ഡീപ്പ് ഫൗണ്ടേഷൻ്റെ 3 ക്ലാസിഫിക്കേഷൻ: പൈൽ ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നവംബർ 2023 ചോദിച്ചിട്ടുള്ള 3 മാർക്സ് ക്വസ്റ്റ്യൻ. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഓൾറെഡി നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്കെച്ച് എനി 2 കോളം വിത്ത് സിംഗിൾ ലൈസ്ഡ് സിസ്റ്റം, ഡബിൾ ലൈസ്ഡ് സിസ്റ്റം, ബാറ്റൻ്റെ സിസ്റ്റം. കോഡിലുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ബാറ്റൺ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ലൈസ്ഡും ബാറ്റൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. IS 800 പേജ് നമ്പർ 49 എടുക്കുക. 49 എടുക്കുമ്പോൾ തന്നെ സിംഗിൾ ലൈസ്ഡ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ലൈസ്ഡ് സിസ്റ്റവും ഉണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ ബാറ്റൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റൺ വരുന്നത് പേജ് നമ്പർ 51 IS 800ൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, കോഡ് ബുക്കിൽ നിന്ന് എഴുതേണ്ടതാണ്, 3 മാർക്കിനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഔട്ട് ഓഫ് എനി 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ ട്രസ്സസ് ആൻഡ് ഡ്രോ എനി 2 ഓഫ് ദം. ഓക്കെ, നമ്മൾ ടൈപ്സിൻ്റെ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിങ് പോസ്റ്റ്, ക്യൂൻ പോസ്റ്റ്, ഹൗ ട്രയാങ്കിൾസ്, അതുപോലെ കോമ്പൗണ്ട്, നോർത്ത് ലൈറ്റ്, ഇതുപോലത്തെ കുറച്ച് ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫിഗർ കൂടെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 2 മതിയാവും. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കുക, കാരണം ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാലും മതി, പക്ഷെ പഠിക്കാതെ പോകരുത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കിങ് പോസ്റ്റ്, ക്യൂൻ പോസ്റ്റ് ആൻഡ് ഹൗസ് ട്രയാങ്കിൾസ്, അതുപോലെ തന്നെ അതിൻ്റെ 2 സ്പാൻ വരുന്ന, ഒന്ന് ചെറുതും ഒന്ന് വലുതും പറയുന്നുണ്ട്. വെച്ചാൽ ഓരോ സ്പാനും പറയുന്നുണ്ട്. നിങ്ങൾ അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നില്ല, പക്ഷേ കിങ് പോസ്റ്റ്, ക്യൂൻ പോസ്റ്റ്, കോമ്പോസിറ്റ്, നോർത്ത്, അതുപോലെ സെപ്പറേറ്റ് വരുന്നതെല്ലാം ഒന്ന് ഫോക്കസ് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്റ്റിക് മൊമെൻറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രോബ്ലം കഴിഞ്ഞതിലെന്ന് പറയുമ്പോൾ തൊട്ട് മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ MP = ZP × FY. അതുപോലെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അടുത്ത് പറയുന്നത് നെയിം ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ, സെമി കോമ്പാക്ട്, സ്ലെൻഡർ സെക്ഷൻസ് ബേസ്ഡ് ഓൺ പ്ലാസ്റ്റിക് അനാലിസിസ്, ദ ഡിസൈൻ ഓഫ് സ്റ്റീൽ ബീംസ്. ഓക്കെ, സെമി കോമ്പാക്റ്റും സ്ലെൻഡറിൻ്റെയും സെക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. IS 800 പേജ് നമ്പർ 70 നോക്കിയാൽ കോമ്പാക്റ്റ്, സെമി കോമ്പാക്റ്റ്, സ്ലെൻഡർ, പ്ലാസ്റ്റിക് സെക്ഷൻ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് കിടക്കുന്നുണ്ട് ഇതിൽ. അപ്പം ഇതും എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പേജ് നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക. പേജ് നമ്പർ 17 ക്ലോസ് 3.7.2 ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സെമി കോമ്പാക്റ്റും സ്ലെൻഡറും ആണ്. വായിച്ച് വെച്ചിരുന്നാൽ ഈസി ആയിട്ട്, വായിച്ച് വെച്ചിരുന്നാലെന്നല്ല, നിങ്ങൾക്ക് പേജ് നമ്പർ നോക്കി വെച്ചിരുന്നാൽ എക്സാം ഹാളിൽ പോയി എഴുതിയാലും മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലാറ്ററലി സപ്പോർട്ടഡ് ബീം ആൻഡ് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞ സംഭവം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ലാറ്ററലി സപ്പോർട്ടഡ് ബീമും ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമും. നമുക്കൊന്നുകൂടെ അത് പറഞ്ഞു തരാം. ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ്, ഇതിന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഈസ് on in which compression flange is supported and prevented from buckling in the horizontal plane due to compressive force in the top flange. The continuous lateral support may be provided by embedded the compression flange in a concrete slab due to friction between compression flange of the steel beams and RCC slab prevent the lateral movement. For providing shear connectors for laterally supported beams, the design bending strength is governed by yield stress.
A laterally supported unsupported beam is a beam that does not have any supports on its sides and is only supported at its ends. Means that the beam is free to bend and rotate in the transverse or lateral direction. The design bending strength is governed by lateral torsional buckling. Okay. Next question. Difference between under reinforced and over reinforced beam.